അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പരിശുദ്ധമായ റമളാനിൻ്റെ ഒന്നാമത്തെ 10 കഴിഞ്ഞ് രണ്ടാമത്തെ 10ആയ പാപമോചനത്തിൻ്റെ 10ലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. എത്ര പെട്ടെന്നാണ് 10 ദിനങ്ങൾ കടന്നുപോയത് അല്ലേ? നാം ഓരോരുത്തരും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കേണ്ടതുണ്ട്. റഹ്മത്തിൻ്റെ 10ൽ നിന്ന് വിട പറഞ്ഞു പോയപ്പോൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി റഹ്മത്തിനെ ചോദിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നാം ആലോചിക്കണം. എന്നിട്ട് ഇനിയുള്ള നാളുകളിലെങ്കിലും വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നാം ശ്രമിക്കണം. ഇനിയുള്ളത് പാപമോചനത്തിൻ്റെ 10 നാളുകളാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിമകൾക്ക് പാപമോചനം കൊടുക്കുവാൻ വേണ്ടിയാണ് പ്രത്യേകമായിട്ടുള്ള ചില സമയങ്ങൾ, സന്ദർഭങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ആ സമയങ്ങൾ ഏതൊരാളാണോ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ അയാൾക്ക് വിജയിക്കാൻ കഴിയും, അയാൾക്ക് പാപമോചനം നേടാൻ കഴിയും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പാപമോചനം തേടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ രണ്ടാമത്തെ 10ൽ പ്രവേശിച്ചപ്പോൾ നാം പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, എൻ്റെ പാപങ്ങളെല്ലാം എനിക്ക് നീ പുറത്തു നൽകണമേ അല്ലാഹ്. ഇസ്തിഗ്ഫാർ പാപം പൊറുക്കുവാനും സകലമാന പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമാണ്. ഈ രണ്ടാമത്തെ 10ൽ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുന്നതിലൂടെ പാപമോചനം ലഭിക്കുകയും മറ്റനേകം പ്രതിഫലങ്ങൾ, നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. മഹാനായ ഇബ്നു സബീഹ് റഹിമഹുല്ലാ പറയുകയാണ്, മഹാനായ ഹസൻ ബസ്രി റഹിമഹുല്ലാ മഹാനവർകളുടെ അടുത്ത് ഒരാൾ വന്ന് ആവലാതി പറഞ്ഞു. എന്താണ് അദ്ദേഹത്തിൻ്റെ ആവലാതി? വരൾച്ചയാണ്, മഴയില്ല, വല്ലാത്ത പ്രയാസമാണ് എന്ന് പറഞ്ഞ് ആവലാതി പറഞ്ഞപ്പോൾ ഹസൻ ബസ്രി റഹിമഹുല്ല പറഞ്ഞു, നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുക എന്ന്. മറ്റൊരാൾ വന്ന് ദാരിദ്ര്യത്തെക്കുറിച്ച് ആവലാതി പറഞ്ഞു. അവിടുന്ന് മഹാനവർകൾ പറഞ്ഞു, നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിച്ചോളൂ. വേറെ ഒരാൾ വന്ന് മഹാനവർകളുടെ അടുത്ത് വന്ന് പരാതി പറഞ്ഞു, എനിക്ക് സന്താനങ്ങളില്ല, സന്താന സൗഭാഗ്യം ലഭിച്ചിട്ടില്ല എന്ന് ആവലാതി പറഞ്ഞപ്പോഴും അവിടുന്ന് പറഞ്ഞു, എങ്കിൽ നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നുള്ള ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിച്ചോളൂ. മറ്റൊരാൾ വന്ന് പറഞ്ഞത്, കൃഷിയെല്ലാം നശിച്ചു പോയിട്ടുണ്ട്, വല്ലാത്ത പ്രയാസത്തിലാണ് എന്നാണ് വന്ന് ആവലാതി പറഞ്ഞത്. അദ്ദേഹത്തോടും കൊടുത്ത മറുപടി ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ഇത് കണ്ടപ്പോൾ ഇബ്നു സബീഹ് റഹിമഹുല്ല ഹസൻ ബസ്രി റഹിമഹുല്ലയോട് ചോദിച്ചു, എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ ഹസൻ ബസ്രി റഹിമഹുല്ല പറഞ്ഞു, ഇതൊന്നും ഞാൻ എൻ്റെ വക കൂട്ടിച്ചേർത്തി പറഞ്ഞതല്ല, എൻ്റെ ഇഷ്ടത്തിന് പറഞ്ഞതല്ല, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ കാര്യമാണ്. ഈ പരാതികൾക്കെല്ലാം, പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഇസ്തിഗ്ഫാറാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നൂഹിൽ പറഞ്ഞിട്ടുണ്ട്. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ നാഥനോട് പാപമോചനം തേടുക. ഇന്നഹു കാന ഗഫാറാ, അവൻ ഏറെ പാപം പൊറുക്കുന്നവനാണല്ലോ. അതുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ പാപമോചനം തേടുക. എന്നാൽ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, ആകാശത്തുനിന്ന് നിങ്ങൾക്ക് അല്ലാഹു
മഴ വർഷിപ്പിച്ചു നൽകുന്നതാണ്. വയംദിദുകും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. സ്വത്തുക്കളും സന്താനങ്ങളെ കൊണ്ടും നിങ്ങളെ അവൻ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നതാണ്. വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. നിങ്ങൾക്ക് അവൻ തോട്ടങ്ങൾ ഉണ്ടാക്കി തരികയും അരുവികൾ ഉണ്ടാക്കി തരികയും ചെയ്യുന്നതാണ്. അപ്പോ ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ലഭിക്കുന്നത്, എല്ലാ കാര്യങ്ങൾക്കുമുള്ള പരിഹാരം അത് ഇസ്തിഗ്ഫാറാണ്. അല്ലാഹുവിനോടുള്ള പൊറുക്കലിനെ തേടലാണ്, പാപമോചനം തേടലാണ്. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു സന്ദർഭമാണ് നമ്മിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ധാരാളമായി ഇസ്തിഗ്ഫാറിനെ തേടുക. അതിന് ലിമിറ്റേഷൻ ഇല്ല. എത്രയോ കഴിയോ അത്രയും ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അള്ളാഹു നമുക്ക് നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു നൽകട്ടെ. ഏത് പാപങ്ങൾ മനുഷ്യന്റെ അടുത്ത് സംഭവിച്ചാലും അവൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം. അതെ, മനുഷ്യ സഹജമായ ധാരാളം തെറ്റുകൾ നമ്മളിൽ സംഭവിച്ചിട്ടുണ്ടാകും, പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും. അത് എത്ര വലിയ കനമുള്ളതാണെങ്കിലും എത്ര വലുതാണെങ്കിലും അള്ളാഹു പൊറുക്കാൻ റെഡിയാണ്, സജ്ജമാണ്. അതുകൊണ്ട് നാം റബ്ബിനോട് തൗബ ചെയ്ത് മടങ്ങണം, പൊറുക്കലിനെ തേടണം. ധാരാളമായി ഇസ്തിഗ്ഫാറിനെ നാം അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഇസ്തിഗ്ഫാർ എത്രത്തോളം അധികരിപ്പിക്കുന്നുവോ അത്രയും നമുക്ക് അനുഗ്രഹമാണ്. ഈ പറഞ്ഞതുപോലെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഇസ്തിഗ്ഫാറാണ്. പാപങ്ങൾ പൊറുപ്പിക്കുന്നതും ഇസ്തിഗ്ഫാറാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധമായ മഗ്ഫിറത്തിന്റെ പത്തിൽ ധാരാളമായി ഇസ്തിഗ്ഫാറിനെ നാം ചൊല്ലുക. അല്ലേ? അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അല്ലാഹുവേ, നിന്നോട് ഞാൻ പാപമോചനം തേടുന്നു. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഇസ്തിഗ്ഫാറാണല്ലോ. ഒരു അടിമയിൽ നിന്ന് അല്ലാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇസ്തിഗ്ഫാറാണ്, പാപമോചനം തേടലാണ്. അല്ലാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണത്. തെറ്റുകൾ മനുഷ്യ സഹജമായി സംഭവിച്ചിട്ടുണ്ടാവാം. ആ തെറ്റുകൾ തെറ്റായി അതിൽ മുഴുകുകയല്ല, ആ തെറ്റുമായി മുന്നോട്ട് പോവുകയല്ല വേണ്ടത്. ഉടനെ തന്നെ അവൻ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടണം. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. നിങ്ങൾ പാപമോചനത്തിലേക്ക് ഓടുക എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. ജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. ആ മനോഹരമായ സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ പാപമോചനം നിർബന്ധമാണ്. പാപവുമായിട്ട് ഒരാളും സ്വർഗത്തിലേക്ക് കടക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് പാപമോചനത്തിലൂടെ സ്വർഗത്തിലേക്ക് എത്തണം. അതിന് നാം പെട്ടെന്ന് പാപമോചനം നടത്തണം. നാളേക്ക് വേണ്ടി മാറ്റിവെക്കരുത്. ഓരോ ദിവസവും നാം റബ്ബിനോട് തൗബ ചെയ്തു മടങ്ങണം, പാപമോചനം തേടിക്കൊണ്ടേയിരിക്കണം. അതല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. വഇദാ ഫഅലു ഫാഹിഷതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്. വല്ല പാപവും സംഭവിച്ചു കഴിഞ്ഞാൽ, വല്ലവനും ശരീരത്തോട് അതിക്രമം കാണിച്ചു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ പാപം ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവൻ അള്ളാഹുവിനെ ഓർക്കട്ടെ. എന്നിട്ട് അവൻ അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങട്ടെ. അല്ലാഹ് അല്ലാതെ വേറെ ആരാ പാപം പൊറുക്കുന്നവൻ? അതുകൊണ്ട് അല്ലാഹ് പൊറുത്തു നൽകും. അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണം തന്നെ ഗഫാർ എന്നാണ്, ഗഫൂർ എന്നാണ്, റഹീം എന്നൊക്കെയാണ്. പാപം പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ
മനുഷ്യ സഹജമായി സംഭവിച്ച തെറ്റുകളുടെ പേരിൽ ഇനി എനിക്കൊരിക്കലും തന്നെ നന്നാവാനേ കഴിയില്ല. ഞാൻ ഏതായാലും തെറ്റുകാരനായി, ഞാൻ ഏതായാലും കള്ളു കുടിക്കുന്നവനായി, ഞാൻ ഏതായാലും കഞ്ചാവ് വലിക്കുന്നവനായി, ഞാൻ ഏതായാലും വ്യഭിചരിച്ചവനായി, ഞാൻ ഏതായാലും പലിശക്കാരനായി, അക്രമിയായി, അതേപോലെ തന്നെ എന്തൊക്കെ തെറ്റുകളുണ്ടോ അതൊക്കെ ഞാൻ ചെയ്തവനായി പോയി. ഇനി ഞാൻ ഇങ്ങനെ തന്നെ പോട്ടെ, എനിക്കിനി രക്ഷപ്പെടാൻ വഴിയില്ല, എനിക്കിനി രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല എന്നൊരാളും ചിന്തിച്ചു പോവരുത്. എല്ലാവർക്കും രക്ഷപ്പെടാൻ വഴിയുണ്ട്. എല്ലാ പാപവും ഇട്ടെറിഞ്ഞ്, എല്ലാ പാപവും വലിച്ചെറിഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. എങ്കിൽ എല്ലാവർക്കും രക്ഷയുണ്ട്. അതിൽ അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങണം. തെറ്റിലെങ്ങനെ മുഴുകുക എന്നല്ല, തെറ്റ് സംഭവിച്ചാൽ ഉടൻ അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുക എന്നുള്ളതാണ്. അതുകൊണ്ട് നാം ഓരോരുത്തരും ഈ പരിശുദ്ധമായ പാപമോചനത്തിന്റെ പത്തില് എന്ത് വലിയ പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും എല്ലാം അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങണം. തൗബയുടെ നിബന്ധനകൾ നമുക്കറിയാമല്ലോ. 4 നിബന്ധനകളാണ് തൗബക്കുള്ളത്. ഒന്നാമത്തെ കാര്യം ഏതെന്നറിയോ? ചെയ്തു പോയ തെറ്റുണ്ടല്ലോ, ആ തെറ്റിൽ നിന്ന് സമ്പൂർണമായി മാറി നിൽക്കണം. ഏത് തെറ്റാണോ നാം ചെയ്യുന്നതെങ്കിൽ ആ തെറ്റിൽ നിന്ന് സമ്പൂർണമായി മാറി നിൽക്കണം. അതിൽ നിന്ന് മാറി നിൽക്കുക. രണ്ടാമത്തെ കാര്യം, ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് മടങ്ങില്ല എന്നവൻ തീരുമാനിക്കട്ടെ. മൂന്നാമത്തത്, ചെയ്തു പോയ തെറ്റിന്റെ മേൽ അങ്ങേയറ്റത്തെ ഖേദമുണ്ടായിരിക്കണം, സങ്കടമുണ്ടായിരിക്കണം. അത്തൗബത്തു അന്നദം. തൗബ എന്ന് പറഞ്ഞാൽ അത് ഖേദമാണ്. അങ്ങേയറ്റത്തെ ഖേദമുണ്ടാവണം, സങ്കടമുണ്ടാവണം. എന്നിട്ട് വേണം. ഈ 3 നിബന്ധനകൾ നിർബന്ധമാണ്. നാലാമത്തെ കാര്യം, മനുഷ്യനോട് ബന്ധപ്പെട്ട തെറ്റുകളാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ മനുഷ്യന്മാരോട് ചെന്ന് നാം പൊരുത്തം ചോദിക്കണം, പൊരുത്തപ്പെടിക്കണം. ഈ നിബന്ധനകളോട് കൂടി ഒരാൾ തൗബ ചെയ്ത അയാളുടെ തൗബ അല്ലാഹു സ്വീകരിക്കുമല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. എങ്കിൽ അല്ലാഹു നമുക്ക് എല്ലാ പാപങ്ങളും പുറത്തു നൽകാൻ റെഡിയാണ്, സജ്ജമാണ്. അല്ലാഹു പറഞ്ഞല്ലോ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ ആശ മുറിയരുത്, നിങ്ങൾ പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്, പ്രതീക്ഷ നിങ്ങൾ കൈവിട്ടു പോവരുത്. അല്ലാഹുവിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അല്ലാഹു പുറത്തു നൽകുന്നവനാണ്, അവൻ കാരുണ്യവാനാണ്, പാപം പൊറുക്കുന്നവനാണ്. അല്ലാഹ് അല്ലാതെ വേറെ ആരാ ആ പാപം പൊറുക്കുന്നവനുള്ളത്? അതുകൊണ്ട് അല്ലാഹുവിലേക്ക് 2 കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് തൗബ ചെയ്യണം. അത്താഇബു മിനദ്ദംബി കമല്ലാ ദംബ ലഹു. തൗബ ചെയ്ത് മടങ്ങിയ ഒരാൾ ഒരു തെറ്റും ചെയ്യാത്തവനെ പോലെയാണെന്നാണ്. അതുകൊണ്ട് നാം അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങണം. എല്ലാ തെറ്റിനും കുറ്റത്തിനും പരിഹാരമുണ്ട്, തൗബ ചെയ്ത് മടങ്ങലാണ്. അതിന് കണ്ണുനീര് ധാരധാരയായി ഒഴുക്കണം. കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങണം. കണ്ണുനീർ തുള്ളികളെ കൊണ്ട് നമ്മൾ ചെയ്തു പോയ പാപങ്ങളെ മുഴുവനും കഴുകിക്കളയണം. അതേ, ധാരാളം തെറ്റുകൾ ചെയ്തവരല്ലേ? കണ്ണുകൊണ്ട് ധാരാളം ഹറാമുകൾ കണ്ടിട്ടുണ്ടാവാം, കാതുകൊണ്ട് ധാരാളം ഹറാമുകൾ കേട്ടിട്ടുണ്ടാവാം, നാക്കുകൊണ്ട് സംസാരിച്ചിട്ടുണ്ടാവാം, കൈകൊണ്ട് ഹറാമായ പലതിനെയും നമ്മൾ സ്പർശിച്ചിട്ടുണ്ടാവാം, തൊട്ടിട്ടുണ്ടാവാം, കാലുകൊണ്ട് ഹറാമിലേക്ക് നടന്നിട്ടുണ്ടാവാം. ഇങ്ങനെ തുടങ്ങിയ ഏത് തെറ്റുകളാണെങ്കിലും എല്ലാം അല്ലാഹു പുറത്തു നൽകുമല്ലോ, എല്ലാം റബ്ബ് വിട്ടുവീഴ്ച നൽകുമല്ലോ. അതുകൊണ്ട് റബ്ബിനോട് തൗബ ചെയ്യൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. എത്രത്തോളം എന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞൊരു സംഭവം. ഒരാള് മരുഭൂമിയിലൂടെ സഞ്ചരിക്കുകയാണ്. അയാൾക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും മറ്റു സൗകര്യവും എല്ലാം ഉള്ളത് അദ്ദേഹത്തിന്റെ ഒട്ടകപ്പുറത്താണ്. മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്നു.
വല്ലാത്ത ക്ഷീണം കൊണ്ട് ഒരു ഭാഗത്ത് വിശ്രമിക്കാൻ ഇറങ്ങി. അറിയാതെ ഉറക്കത്തിലേക്ക് പോയി. ഉറക്കത്തിൽ നിന്ന് എണീറ്റപ്പോൾ താൻ സഞ്ചരിച്ച ഒട്ടകം, താൻ സഞ്ചരിച്ച വാഹനം കാണുന്നില്ല. അദ്ദേഹം ആകെ വിഷമിച്ചു, പ്രയാസപ്പെട്ടു. ഇനി എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. തിരിച്ചു പോവാൻ വാഹനമില്ല, കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല. ഇനി മരണം തന്നെ ഉറപ്പിച്ചു. ഇനി മരണം തന്നെ, മരണം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയില്ല എന്ന് അദ്ദേഹം മനസ്സിൽ കരുതി. അങ്ങനെ മരണത്തെ മുഖാമുഖം ഇങ്ങനെ കണ്ടു നിൽക്കുന്ന സമയത്താണ് തൻ്റെ നഷ്ടപ്പെട്ടു പോയ ആ വാഹനവുമായി, തൻ്റെ നഷ്ടപ്പെട്ടു പോയ വാഹനം അതേ ഭക്ഷണവുമായി, വെള്ളവുമായി, പാനീയവുമായി, പാഥേയവുമായി തിരിച്ചു വരികയാണ്. അതേ തൻ്റെ വാഹനം തിരിച്ചു വന്നു, ഒട്ടകം തിരിച്ചു വന്നിരിക്കുകയാണ്. ആ മനുഷ്യന് വല്ലാതെ സന്തോഷിച്ചു. കാരണം ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് അദ്ദേഹം ഒരിക്കലും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല. മരണത്തെ ഉറപ്പിച്ച് കഴിയുന്ന ഒരാള് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. ആ മനുഷ്യനുണ്ടാകുന്ന ഒരു സന്തോഷം, ആ മനുഷ്യനുണ്ടാകുന്ന ഒരു സന്തോഷം എത്ര വലുതായിരിക്കും അല്ലേ? മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരല്ലേ, വലിയ സന്തോഷമായിരിക്കുമല്ലോ. ആ സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് അദ്ദേഹം പറഞ്ഞല്ലോ, ആ സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് അദ്ദേഹം പറഞ്ഞു പോയി, അല്ലാഹുമ്മ അന്ത അബ്ദീ അന റബ്ബുക. അല്ലാഹുവേ, നീ എൻ്റെ അടിമയാണ്, ഞാൻ നിന്റെ റബ്ബാണ് എന്ന് അദ്ദേഹം സുബ്ഖുല്ലിസാനായി അറിയാതെ വായിൽ നിന്നും വീണുപോയി. അല്ലാഹുമ്മ അന്ത റബ്ബീ, റബ്ബേ നീ എൻ്റെ റബ്ബാണ്, റബ്ബേ നീ എൻ്റെ റബ്ബാണ്, അല്ലാഹുവേ നീ എൻ്റെ റബ്ബാണ്. അന അബ്ദുക, ഞാൻ നിന്റെ അടിമയാണ് എന്നാണല്ലോ പറയേണ്ടത്. പക്ഷേ സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് അദ്ദേഹം അങ്ങോട്ട് പറഞ്ഞു പോയി അറിയാതെ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ആ മനുഷ്യന്റെ സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷത്തെക്കാൾ എത്രയോ വലിയ സന്തോഷമാണ് അള്ളാഹുവിന് ഒരടിമ അവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ, പാപമോചനം തേടിയാൽ അള്ളാഹുക്കുള്ള സന്തോഷമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. ശിർക്കല്ലാത്ത എല്ലാ പാപങ്ങളും അല്ലാഹു പൊറുക്കും. ശിർക്ക് അല്ലാഹു പൊറുക്കൂല. ശിർക്ക് മുഴുവനും നിർത്തിവെക്കണം, ശിർക്ക് മുഴുവനും ഒഴിവാക്കണം. എന്നിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലി ഒരാൾ യഥാർത്ഥ മുസ്ലിമായി അള്ളാഹുലേക്ക് മടങ്ങണം. അതല്ലെങ്കിൽ ശിർക്ക് അല്ലാഹു പൊറുക്കൂല. മറ്റു എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. പാപമോചനം നമ്മൾ തേടണം, മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ തേടണം കേട്ടോ. വെറുതെ നാവിലൂടെ ഉരുവിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ദിക്റിന്റെ കൂലി നമുക്ക് കിട്ടും. അതേസമയം നമ്മുടെ പാപം പൊറുക്കണമെങ്കിൽ മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ ചൊല്ലണം, മനസ്സറിഞ്ഞ് റബ്ബിനോട് പ്രാർത്ഥിക്കണം. നമ്മൾ കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് ദുആ ചെയ്യണം. കണ്ണുനീരൊലിപ്പിച്ചാൽ കണ്ണുനീർ തുള്ളികൾ അല്ലാഹനെ ഓർത്തുകൊണ്ട്, റബ്ബിനെ ഓർത്തുകൊണ്ട് കരഞ്ഞവൻ ഒരിക്കലും നരകത്തിൽ കടക്കില്ല എന്നാണല്ലോ. അല്ലാഹനെ ഓർത്ത് കരഞ്ഞവൻ നരകത്തിൽ കടക്കൂല. നരകത്തിന്റെ തീയിനെ കെടുത്താൻ ശക്തിയുള്ള ഒരു വെള്ളമുണ്ടെങ്കിൽ അത് കണ്ണുനീർ തുള്ളികൾ മാത്രമാണ്. കണ്ണുനീർ തുള്ളികളെ കൊണ്ട് നരകത്തിന്റെ അഗ്നിജ്വാലയെ കെടുത്താം. അതുകൊണ്ട് കരഞ്ഞുകൊണ്ട് കണ്ണുനീര് ധാരധാരയായി ഒഴുകണം. മൻബക്കാ മിൻ ഖശിയത്തില്ല, അല്ലാഹനെ ഓർത്തുകൊണ്ട് ആരെങ്കിലും കരഞ്ഞാൽ അയാൾക്ക് നരകം നിഷിദ്ധമാണ്. അല്ലാഹനെ ഓർത്ത് കരഞ്ഞ ആളുകൾക്ക് നരകം തന്നെ നിഷിദ്ധമാണ്. അതുകൊണ്ട് റബ്ബിനെ ഓർത്ത് കരയണം, മരണത്തെ ഓർത്ത് കരയണം, ഖബറിനെ ഓർത്ത് കരയണം, ചെയ്തുപോയ പാപത്തെ ഓർത്ത് കരയണം. അങ്ങനെ കരഞ്ഞാൽ പിന്നെ അവനക്ക് നരകം നിഷിദ്ധമാണ്, നരകത്തിലേക്ക് അവനും പ്രവേശിക്കൂല. മുത്തുനബി തങ്ങൾ ഉദാഹരണ സഹിതം പറഞ്ഞു. എന്താ ഉദാഹരണം എന്നറിയോ? ഒരു അകിടിൽ നിന്നും പാല് പുറത്തു വന്നാൽ സ്വമേധയാ ആ പാല് ആ മുലയിലേക്ക് ഒരിക്കലും തിരിച്ചു പോവില്ല. തിരിച്ചു പോവോ? ഇല്ല, തിരിച്ചു പോവില്ല. അത് മറ്റു എന്തെങ്കിലും ഉപകരണങ്ങൾ കൊണ്ട് നമുക്ക് ഇഞ്ചക്ഷൻ ചെയ്യേണ്ടി വരും. അതല്ലാതെ സ്വമേധയാ ഒരിക്കലും തന്നെ പുറത്തേക്ക് വന്ന പാല് അകത്തേക്ക് പോവില്ല.
എന്നതുപോലെയാണ് അല്ലാഹനെ ഓർത്തുകൊണ്ട് കരഞ്ഞ ഒരാൾ ഒരിക്കലും തന്നെ നരകത്തിൽ പ്രവേശിക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് മുമ്പിലുള്ള ഏക വഴി അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുക എന്നുള്ളത് മാത്രമാണ്. ആ തൗബ ചെയ്യുന്നതിലൂടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു നൽകും. പിന്നെ ഒരു പാപവും ഇല്ലാത്തവരെ പോലെയാണ് നാം ആകുന്നത്. അതുകൊണ്ട് നമ്മുടെ പാപങ്ങളൊക്കെ കഴുകിക്കളയണം ഈ പരിശുദ്ധ റമദാനിൽ. റമദാൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കരിച്ചു കളയാന്നാണ്, പാപങ്ങളെ കരിച്ചു കളയാന്നാണ്. ആ പാപങ്ങളെ കരിച്ചു കളയാൻ ഏറ്റവും നല്ല 10 ദിനങ്ങളാണ് നമ്മിലേക്ക് ഇതാ കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ധാരാളമായി ഇസ്തിഗ്ഫാർ ചൊല്ലുക, ധാരാളമായി റബ്ബിനോട് തൗബ ചെയ്ത് മടങ്ങുക, എല്ലാ തെറ്റിൽ നിന്നും മാറി നിൽക്കുക. ഏതൊക്കെ തെറ്റുകളാണോ നാം ഓരോരുത്തരും ചെയ്യുന്നതെങ്കിൽ ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കുക. ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് മടങ്ങില്ല എന്ന് തീരുമാനിക്കുക. ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് അങ്ങേയറ്റം ഖേദിക്കുക, സങ്കടപ്പെടുക, കരയുക, ദുഃഖിക്കുക. അങ്ങനെ അല്ലാഹുവിനോട് കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി തൗബ ചെയ്തു മടങ്ങിയാൽ, റബ്ബിലേക്ക് അടുത്താൽ അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തും, പാപം പൊറുക്കും. പിന്നെ ഹൃദയത്തിൽ ഒരു പാപവുമില്ല, കറുത്ത പുള്ളികളില്ല, ശുദ്ധമായ ഹൃദയമായി മാറുകയാണ്. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള വഴി പാപമോചനം, റബ്ബിനോട് തൗബ ചെയ്ത് മടങ്ങുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിലുള്ള വഴി. ആ റബ്ബിനോട് തൗബ ചെയ്ത് മടങ്ങുക. റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് പാപമോചനം തേടുക. ഇന്നഹു കാന ഗഫാറാ, അവൻ എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണല്ലോ, എല്ലാ പാപവും പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് നമ്മുടെ റമദാനിലെ ഈ രണ്ടാമത്തെ 10 ദിനരാത്രങ്ങളൊക്കെ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ചോദിക്കന്നെ. എത്ര വലിയ പാപമാണെങ്കിലും റബ്ബ് പൊറുക്കും. 100 ആളെ കൊന്ന ആൾക്ക് പാപമോചനം ലഭിച്ചിട്ടുണ്ട്. മറ്റു തെറ്റുകൾ ചെയ്തവർക്ക് പാപമോചനം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാം ഒരിക്കലും തന്നെ നിരാശപ്പെടേണ്ടതില്ല. അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങി എല്ലാ തെറ്റിൽ നിന്നും മാറി പുതിയൊരു മനുഷ്യനായി, നല്ല ഒരു മനുഷ്യനായി, മുത്തഖിയായ ഒരു മനുഷ്യനായി മാറാൻ ഈ പരിശുദ്ധ റമളാന് കൊണ്ട് നമുക്ക് കഴിയണം. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരട്ടെ. എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു മാഫാക്കി തരട്ടെ. അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ പൊറുക്കണേ അല്ലാ, അഫ്വു ചെയ്യണേ അല്ലാ, വിട്ടുവീഴ്ച ചെയ്യണേ അല്ലാ, കരുണ കാണിക്കണേ അല്ലാ, ദയ കാണിക്കണേ അല്ലാ. എല്ലാ പാപവും പുറത്ത് ഞങ്ങളെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണേ അല്ലാ. ഈ പരിശുദ്ധ റമദാനിൽ പാപമോചനം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെയും, ഞങ്ങളെ സ്നേഹിക്കുന്ന സഹായിക്കുന്നവരെയും, അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങളെയും എല്ലാവരെയും പാപമോചനം ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. നരകമോചനം ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. സ്വർഗലോകത്ത് ഞങ്ങൾക്കെല്ലാം, ഞങ്ങൾ മരണപ്പെട്ടു പോയ എല്ലാവരെയും ഞങ്ങളെ ഇനി സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ റബ്ബേ. ജീവിക്കുന്ന കാലം ഇസ്സത്തോടെ ജീവിക്കാനും മരണം ഖൈറാകുമ്പോൾ കാമിലായ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി സന്തോഷത്തോടെ പുഞ്ചിരിച്ച് സ്വർഗം കണ്ട് മരിക്കാൻ ഞങ്ങൾക്കെല്ലാം തൗഫീഖ് നൽകണേ അല്ലാ. തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ മരണപ്പെട്ടു പോയവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ
അർഹമർ റഹീമീൻ. അല്ലാഹു ഈ പരിശുദ്ധമായ റമദാനിൽ മുഴുവൻ പാപം പൊറുക്കുന്നവർ ഉൾപ്പെടുത്തട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആകളിൽ എന്നെയും കുടുംബത്തെ ഉൾപ്പെടുത്തണം. നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാനും ദുആ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ഖൈറിൻ്റെ വാതിലുകൾ തുറന്നു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ ഒരു സന്ദേശം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുത്ത് ദഅവത്തിൽ പങ്കാളികളാവുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.